തോറ്റു തോറ്റു സമ്മതിച്ചു. സമ്മതിക്കാതെ തരമില്ലല്ലോ. കാരണം ഫുട്ബോളാണ്, ഗെയിമാണ്, അല്ലെങ്കിൽ ഏത് ഗെയിമാവട്ടെ, തോറ്റാൽ തോറ്റു. സമ്മതിച്ചു. ലോകകപ്പ് സ്പെയിൻ കൊണ്ടുപോയി, അവർ നാട്ടിൽ കൊണ്ടുപോയി. അവര് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ടീം തന്നെയായിരുന്നു. അർജന്റീന അവരുമായി കളിച്ച് തോറ്റു. അല്ല, ഒന്നാം തരം തോൽവി തന്നെ തോറ്റു. പക്ഷേ ചില ഒന്ന് രണ്ട് പോയിന്റ്സുകൾ കാണിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ പറയും ന്യായീകരണം അത് അതൊക്കെ നിങ്ങൾ ഏത് ചിന്താധാരയിൽ ഏത് ചിന്തയിൽ നിന്നുകൊണ്ടാ പറയണത് നമുക്കറിയാം. നിങ്ങളെ എല്ലാവിധ ഫ്രസ്ട്രേഷനെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ ഏതോ ടീമിൽ തുടങ്ങി മറ്റേതോ ഒരു ടീമിൽ അവസാനിച്ച കുറെ ആളുകൾ, കുറെ ഫേക്ക് ഫാൻസ്. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് പോയിന്റ്സ് ചൂണ്ടിക്കാണിക്കാനുണ്ട്. പിന്നെ അതിനൊപ്പം എനിക്ക് തോന്നിയ ഒരു കാര്യം, അപ്പൊ മീഡിയാസിൽ പോലും, മീഡിയാസ് അടക്കം, ഓൺലൈൻ മീഡിയ ആവട്ടെ, മുഖ്യധാരാ മാധ്യമങ്ങളാവട്ടെ, ഒരു അർജന്റീനയ്ക്ക് എതിരെ ഒരു വാർത്ത അല്ലെങ്കിൽ എതിരെ ഒരു പോസ്റ്റ്, ഒരു ഗ്രാഫിക് ഡിസൈൻ ഉൾപ്പെടെയുള്ള ഒരു കാർഡ് പോലും, ഒരു ടൈറ്റിൽ കാർഡ് അടിക്കുകയാണെങ്കിൽ പോലും എഗെയിൻസ്റ്റ് സംസാരിക്കാനാണ് താല്പര്യം പൊതുവെ. അതെന്താണ് ഇങ്ങനെ ഒരു വെറുപ്പ്? ഒരു സ്പോർട്സിൽ ഇങ്ങനെ ഒരു വെറുപ്പ് എന്നുള്ള ഒരു പദത്തിന് ഒരു തരത്തിലും ഇക്വേഷൻ ഇല്ല. ഇതാവില്ല, ഈക്വൽ ആവില്ല. സ്പോർട്സ് ഈസ് ഈക്വൽ ടു വെറുപ്പ് ഒരിക്കലും ചേരില്ല. സ്പോർട്സ് മീൻസ് സ്പോർട്സ്, അത്രേ ഉള്ളൂ. കഴിഞ്ഞു. പൊട്ടിയ കതിനെ പോലെയാണ്. പൊട്ടിക്കഴിഞ്ഞു. പിന്നെ രണ്ടാമത് പോയിട്ട് അതിൽ നമ്മൾ മരുന്ന് കുറച്ചുകൂടെ നിറയ്ക്കാമായിരുന്നു, അതൊന്നും ചർച്ചയ്ക്ക് ഒന്നിനും സ്കോപ്പില്ല. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അതിൽ ഒന്ന് രണ്ടെണ്ണം ആണ് മെയിനായിട്ട് പറയാനുള്ളത്. അതിൽ ഒരു കാര്യം ഇതാണ്, മാധ്യമങ്ങൾ ഉൾപ്പെടെ നെഗറ്റീവ് ആയിട്ട് അർജന്റീനയ്ക്ക് തൊടാൻ കിട്ടിയില്ല പന്ത്. അത് ഏത് കളിയിലും ആവട്ടെ, കഴിഞ്ഞ 7 മാച്ചിലും 8 ഫൈനൽ ഉൾപ്പെടെ 8 മാച്ചുകൾ കഴിഞ്ഞപ്പോഴും ഓരോ മത്സരത്തിലും അർജന്റീനയ്ക്ക് എതിരെ എന്ന് പ്രയോഗിക്കാനും അതുവഴി ഒരു വെറുപ്പിന്റെ രാഷ്ട്രീയമാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഈ ലോകകപ്പിൽ കാണിച്ചിട്ടുള്ളത്. എന്റെ ഒരു സംശയമാണ്, എന്താണ് ശരിക്കും ഈ ടീം അംഗങ്ങൾ, ഈ ടീമിലെ കളിക്കാർ നിങ്ങളോടൊക്കെ ചെയ്ത തെറ്റെന്താണ്? അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്തത് എന്താണ്? നിങ്ങൾക്ക് ഇത്രമാത്രം അരിശമരം, നിങ്ങളുടെ കുടുംബത്തിൽ കയറിയവരെന്തെങ്കിലും തോന്നിവാസം കാണിച്ചോ? അപ്പോൾ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നിങ്ങളുടെ മുതൽ എന്തെങ്കിലും അവരെടുത്ത് അർജന്റീനയിലേക്ക് കൊണ്ടുപോയോ? ഇല്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ഒരു ടീമിനോട് മാത്രം എന്നിങ്ങനെ അന്വേഷിച്ച് അതിങ്ങനെ വിശകലനം ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്, അർജന്റീന എന്ന് പറയുന്നത് കഴിഞ്ഞ ലോകകപ്പ് ചാമ്പ്യന്മാരാണ്. അത് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഒരു റിപ്പീറ്റ് ആയിട്ട് ആ ടീം തന്നെ ഉയർന്നു വരുന്നത് പൊതുവെ സഹിക്കില്ല. പൊതുവെ ആളുകൾക്കൊക്കെ ഈ കണ്ണുകടിയും കുശുമ്പാണല്ലോ, അതിന്റെ കാര്യമില്ല. പ്രത്യേകിച്ച് സ്പോർട്സിലൊക്കെ ഇതുണ്ടെന്ന് നമ്മൾ അറിയുമ്പോൾ നമുക്കൊരു വേദനയാണ് സത്യം പറഞ്ഞാൽ. പിന്നെ ലോകോത്തരമായ വിലപിടിപ്പുള്ള ലോകോത്തര പ്ലെയർ ആയിട്ടുള്ള ഒരു മനുഷ്യൻ, എവർ ടൈം ഹീറോ, ഫുട്ബോൾ ഗ്രൗണ്ടിൽ നിലവിൽ എടുത്തു മുന്നിൽ ധൈര്യപൂർവ്വം വെക്കാവുന്ന ഒരു മനുഷ്യൻ നയിക്കുന്ന ടീം, ലയണൽ മെസ്സി എന്ന ലോകോത്തര താരം ഉൾപ്പെടുന്ന ആ ഒരു ടീം, ആ താരത്തിന്റെ പകിട്ട്, ആ താരത്തിന്റെ വാല്യൂ അത്രയും വലുതാണ്. ആ താരം എങ്ങനെയും എന്തും കളിക്കും എന്ന് നമ്മൾ പ്രീ ക്വാർട്ടർ സെമി 3 മത്സരത്തിൽ മാത്രം തിരിച്ചറിഞ്ഞതാണ്. അവസാന 5 മിനിറ്റിൽ മാത്രമാണ് കഴിഞ്ഞ മത്സരത്തിൽ ഗോൾ അടിച്ച് തിരിച്ചു വന്നത്, ജയിച്ചത്, അല്ലെ? അപ്പൊ സ്പെയിനിനോട് അത് കളിക്കാൻ അറിയാത്തത് കൊണ്ടല്ല. പലരും പറയുന്നു സ്പെയിനിനോട് കളി മറന്ന അർജന്റീന, പന്ത് തൊടാൻ കിട്ടാത്ത ഒരു അർജന്റീന ആയിരുന്നു എങ്കിൽ, കാരണം അർജന്റീനയ്ക്ക് വേണ്ടി കൃത്യമായിട്ട് അവിടെ കളിക്കുന്ന ആരാണോ അയാളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട്, ഫൗളുകൾ ഉൾപ്പെടെ അയാളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് കളിക്കുകയും പക്കാ ഡിഫൻസ് കളിക്കുകയും കിട്ടിയ സമയത്ത് ഗോളടിക്കാൻ ശ്രമിക്കുകയും ചെയ്ത് സ്പാനിഷ് ശൈലിയിൽ അവർ കളിച്ചു. അത് നമ്മുടെ ദിവസമായിരുന്നില്ല. എനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ ആണ് ഇഷ്ടം. നമ്മളിപ്പോൾ പറയില്ലേ, ആ ദിവസം അത് എന്റേതായിരുന്നില്ല. നമ്മൾ ചില കാര്യങ്ങൾ അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ പറയും, അതുപോലത്തെ ഒരു കാര്യമാണിത്. ചില സിനിമകൾ ഇറങ്ങുന്നത് പോലെ. ഇപ്പൊ ക്രിക്കറ്റിൽ ഇതുപോലെ സംഭവിക്കാറുണ്ട്, അല്ലെ? ആ ദിവസം നമ്മുടേതാവില്ല. ഇന്ത്യ തോറ്റ എത്രയോ നല്ല മത്സരങ്ങളുണ്ട്. അതേപോലെ തന്നെയാണ്. പക്ഷെ ഈ വെറുപ്പിന്റെ ഒരു രാഷ്ട്രീയം ഇത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. രണ്ടാമത്തെ കാര്യം, 106 മിനിറ്റിലാണ് സ്പെയിൻ ഗോൾ അടിക്കുന്നത്, അല്ലെ? 106 മിനിറ്റ് വരെ പന്ത് അർജന്റീനയ്ക്ക് കിട്ടിയില്ല എന്നാണ് ഈ ഫേക്ക് ഫാൻസ് അവകാശപ്പെടുന്നത്. ഈ 106 മിനിറ്റ് വരെ പന്ത് കിട്ടാത്ത ഒരു ടീം, ആ ടീമിനെ എതിരായി നിൽക്കുന്ന സ്പെയിൻ എന്ന ടീം എന്തുകൊണ്ട് ഒരു ഗോൾ അടിക്കാൻ 106 മിനിറ്റ് സമയമെടുത്തു? എന്തുകൊണ്ട് ഒരു ഫുൾ ടൈം 90 മിനിറ്റിൽ ഗോൾ അടിക്കാൻ പറ്റിയില്ല? അപ്പൊ 106 മിനിറ്റ് വരെ എന്താ സ്പെയിൻ കളിക്കാതിരുന്നത്? അപ്പോൾ 106 മിനിറ്റ് വരെ പന്ത് കൈവച്ചത് ആരാ? സ്പെയിൻ, അല്ലെ? 106 മിനിറ്റ് വരെ പന്ത് കിട്ടാതിരുന്നത് ആർക്കാ? അർജന്റീനയ്ക്ക്. അപ്പൊ 106 മിനിറ്റ് വരെ സ്പെയിനും ഗോൾ അടിക്കാൻ പറ്റാതിരുന്നെങ്കിൽ അവിടെ സ്പെയിനിന്റെ ഭാഗത്തും പരാജയങ്ങളുണ്ട്, അല്ലെ? സ്പെയിനും കളിയിൽ ഒരുപാട് പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. സ്പെയിൻ രാജാക്കന്മാരല്ല, അല്ലെ? അർജന്റീനയെ പോലെ തന്നെ കളിക്കുന്ന ഒരു ടീം, അത്ര തന്നെ ഉള്ളൂ അതിൽ വിശകലനം. അതാണ് എന്റെ അഭിപ്രായം. മാത്രമല്ല, ഈ ഒരു ഗോളിൽ ആണ് തോറ്റത്. ഒരു ഗോൾ 1-0 എന്ന സ്കോറിനാണ് തോറ്റിട്ടുള്ളത്. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ഈ 1-0 തിരിച്ച് അർജന്റീന ജയിച്ചിരുന്നു എന്ന് നിങ്ങളൊന്ന് വിചാരിക്കുക, സങ്കല്പിക്കുക വെറുതെ. എന്താകുമായിരുന്നു പുകിലൂടെ? എന്തായിരുന്നു? 7 മത്സരങ്ങളിലും കേട്ട ഒരു പഴിയുണ്ട്, വലിയൊരു പഴി. ഇവിടുത്തെ ഫേക്ക് ആയിട്ടുള്ള ഫാൻസും 75 ലക്ഷത്തോളം പേര് ഒപ്പിട്ട് എന്തോ പോയി എന്നൊക്കെ ഇവിടെ പറയുന്നത് കേട്ടു. ഫേക്ക് ന്യൂസ് ആണെന്ന് അറിയില്ല.
അത്രയും ഹേറ്റേഴ്സ് ആണ് ഈ ടീമിന് വേണ്ടിയിട്ട്. ഈ ടീം ഉയരുമെന്ന് അറിയുന്നതുകൊണ്ട് അത്രയും ഹേറ്റേഴ്സ് ആണ്. അപ്പോൾ ഇവരൊക്കെ എന്ത് പറയുമായിരുന്നു? 1-0 സ്പെയിനിനെ തോൽപ്പിച്ചു. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ 7 മത്സരങ്ങളിലും ജയിച്ചത് എങ്ങനെയാണെന്ന് നമുക്കൊക്കെ അറിയാം. ഈ 1-0 നിങ്ങൾ ജയിച്ചത്. നിങ്ങൾ സ്പെയിനോട് 1-0 ജയിച്ചത്. അതൊരു ജയമാണോ? പിന്നെ നിങ്ങളെ ഫിഫയല്ലേ ജയിപ്പിച്ചത്, റെഫറി അല്ലേ ജയിപ്പിച്ചത്? ഇതൊക്കെ കേൾക്കേണ്ടി വരും ഇവിടെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു തരത്തിൽ ഫൈനലിൽ തോറ്റത് നന്നായി. കാരണം കഴിഞ്ഞ ലോകകപ്പ് ഞങ്ങളാണ് എടുത്തത്, നമുക്ക് ഒരു പ്രശ്നമില്ല. രണ്ടാമത്തെ ലോകകപ്പ് ഇരട്ട ചാൻസ് ആണ് നഷ്ടപ്പെട്ടത്, കുഴപ്പമില്ല. പക്ഷെ രണ്ടാമതും ലോക ചാമ്പ്യന്മാരായ ഒരു ടീം രണ്ടാമതും ഫൈനൽ വരെ കളിച്ചു എന്നുള്ളതാണ്. നിങ്ങൾ വെറുതെ അതിനെ കാണരുത്. വെറുതെ പുച്ഛിക്കാനും പരിഹസിക്കാനും എളുപ്പമാണ്. പക്ഷെ ഉള്ളതിനെ അംഗീകരിക്കുക. നമ്മൾ പറഞ്ഞു അംഗീകരിച്ചു, സ്പെയിനോട് തോറ്റു, അംഗീകരിച്ചു. പക്ഷെ അംഗീകരിക്കാത്ത കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പന്ത് 106 മിനിറ്റ് വരെ കിട്ടിയില്ല എന്നുള്ളത്. പന്ത് അവരുടെ കയ്യിലല്ലേ, അടിച്ചില്ലല്ലോ. അപ്പൊ അർജന്റീനയും നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. പക്ഷെ സമയം അത് സ്പെയിനൊപ്പമായിരുന്നു. ആ ദിവസം സ്പെയിനുള്ളതായിരുന്നു. പിന്നെ ഒരു ലോകകപ്പ് ചാമ്പ്യന്മാർ രണ്ടാമത്തെ ലോകകപ്പ് കിരീടത്തിനായിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പൊ ചിലപ്പോൾ പ്രകൃതിക്കും പ്രപഞ്ചത്തിനും തോന്നിക്കാണും രണ്ടാമതും കൂടി എന്തിനാണ് കപ്പ്. അപ്പൊ അടുത്ത ടീമിന് ഇരിക്കട്ടെ, ഒരു കുഴപ്പമില്ല, സന്തോഷം. പക്ഷെ അനാവശ്യമായ പ്രചരണങ്ങൾ, ഹെയ്റ്റിംഗ് ക്യാമ്പയിനുകൾ, വെറുതെ പരിഹസിക്കുക, പുച്ഛിക്കുക, ഒരു ആളെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് അയാളെ ഒരു വെറുപ്പിന്റെ രാഷ്ട്രീയം അയാൾക്കെതിരെ പടച്ചു വിടുക, ആ ടീമിനെ വെറുതെ തോന്നിയവാസം പറയുക, അതൊന്നും സ്പോർട്സിന് ചേർന്ന പരിപാടിയല്ല. അത്രേ പറയാനുള്ളൂ. അപ്പോൾ വീണ്ടും ലോകകപ്പുകൾ വരും, നമുക്ക് വീണ്ടും കാണാം. അർജന്റീന എന്നും അർജന്റീന, ഒരേ ഒരു രാജ്യം. ലോകകപ്പ് എന്ന് അവസാനിക്കുന്നോ, ഞാൻ എന്ന് അവസാനിക്കുന്നോ, അതുവരെ ഇത് തുടരും. താങ്ക് യു.